നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം ഉച്ചവരെയുള്ള പ്രധാന വാർത്തകൾ. അവസാന അടവും പിഴച്ചു. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണ ഭാരതത്തിലേക്ക്. നാടുകടത്തലിനെതിരായ ഹർജി തള്ളി US സുപ്രീം കോടതി. പാക് വംശജനായതിനാൽ ഭാരതത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്ന വാദം തള്ളി കോടതി. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള കേന്ദ്ര വിഹിതത്തിലും കൈയിട്ട് വാരി സംസ്ഥാന സർക്കാർ. 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച തുക വകമാറ്റിയെന്ന ആരോപണം. 2020 മുതൽ തുക കൈമാറുന്നതിൽ വീഴ്ച. ഇക്കാര്യം തുറന്ന് സമ്മതിക്കുന്ന ധനവകുപ്പ് രേഖകൾ. ജനം ടിവിക്ക് ജനം ബ്രേക്കിംഗ്. കേരള ഹൈക്കോടതിയിൽ നാടകീയ രംഗങ്ങൾ. വനിതാ അഭിഭാഷകയെ അപമാനിച്ച ജഡ്ജി മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ. ചേംബറിൽ വെച്ചാകാമെന്ന് ജസ്റ്റിസ് ബദ്രുദ്ദീൻ. തുറന്ന കോടതിയിൽ തന്നെ വേണമെന്ന് അഭിഭാഷകർ. ഭാഷാ വിവാദത്തിൽ MK സ്റ്റാലിനെ പ്രതിരോധത്തിലാക്കി അമിത്ഷാ. എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസവും തമിഴിലാക്കാൻ നിർദ്ദേശം. തമിഴിൽ പരീക്ഷ എഴുതുന്നവർക്ക് തുല്യ അവസരം ഉറപ്പാക്കണമെന്നും അമിത്ഷാ. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളെ നാളെ നാട്ടിലെത്തിക്കും. കുട്ടികൾ സാഹസിക യാത്ര പോയതെന്ന് മലപ്പുറം SP. ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനായത് നിർണായകമായെന്നും SP R വിശ്വനാഥ്. CPM വിട്ട് BJPയിൽ ചേർന്നതിന് വീട്ടിൽ കയറി മർദ്ദനം. പോലീസിൽ പരാതി നൽകി കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി എഡ്വിന ചാക്കോ. CPM പ്രവർത്തകരുടെ കയ്യാങ്കളി ഭീഷണി ദൃശ്യങ്ങൾ. ജനം ടിവിക്ക്. സംസ്ഥാന സമ്മേളന വേദിയിലും ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിച്ച് CPM. ഓണാട്ടുകരയിലെ കെട്ടുകാഴ്ചാമൂർത്തി നന്ദികേശ്വരന്റെ ശില്പം പ്രചരണോപാധിയാക്കി. ശില്പത്തിനു മുകളിൽ പാർട്ടി പതാകയും നാട്ടി. ബംഗാൾ മറക്കരുതെന്ന മുന്നറിയിപ്പുമായി CPM സംഘടനാ റിപ്പോർട്ട്. ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുത്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് ചോർന്നു. സഹകരണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം സഖാക്കൾ തന്നെ. കൊല്ലം നഗരത്തിൽ സമ്മേളന ഫ്ലക്സുകൾ സ്ഥാപിച്ച CPMന് പിഴയിട്ട് CPI മേയർ. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥന്റെ അധിക്ഷേപ പരാമർശത്തിൽ വനിതാ കമ്മീഷനിൽ പരാതി നൽകി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ആശാ വർക്കർമാരോട് CPM കാട്ടുന്നത് കണ്ണിൽ ചോരയില്ലാത്ത സമീപനമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ. വിശദമായ വാർത്തകളിലേക്ക്. ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയാനുള്ള മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ ഹുസൈൻ റാണയുടെ അവസാന ശ്രമവും പാളി. നാടുകടത്തരുതെന്നും പാക് വംശജനായതിനാൽ ഇന്ത്യയിലെത്തിയാൽ പീഡിപ്പിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി തഹാവൂർ ഹുസൈൻ റാണ നൽകിയ ഹർജി US സുപ്രീം കോടതി തള്ളി. തഹാവൂർ റാണയെ ഉടൻ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഭാരതം ശക്തമാക്കിയതിനു പിന്നാലെയാണ് അപ്പീൽ അപേക്ഷ നൽകിയത്. US സുപ്രീം കോടതി അസോസിയേറ്റ് ജഡ്ജിന് മുന്നിലായിരുന്നു ഹർജി സമർപ്പിക്കപ്പെട്ടത്. ഭാരതത്തിലേക്ക് നാടുകടത്തുന്നത് തടയണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി അപേക്ഷ തള്ളുകയായിരുന്നു. നേരത്തെ വിചാരണ കോടതിയിലും മേൽക്കോടതിയിലും സുപ്രീം കോടതിയിലും റാണയുടെ നാടുകടത്തലിനെതിരായ ഹർജികൾ തള്ളിയിരുന്നു. അവസാനം ഒരു കുറ്റത്തിന് 2 വിചാരണ പാടില്ലെന്നാവശ്യപ്പെട്ട് തഹാവൂർ റാണ സമർപ്പിച്ച സെറോഷിയറി ഹർജിയും സുപ്രീം കോടതി തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത പ്രസ്താവനയിൽ തഹാവൂർ റാണയെ ഉടൻ കൈമാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പും നൽകിയിരുന്നു. ഇതിനു പിന്നാലെ അമേരിക്കയിൽ തുടരുന്ന NIA സംഘം നടപടികൾ ഊർജിതമാക്കുകയും ചെയ്തു. പിന്നാലെയാണ് തടസ്സ ഹർജി സമർപ്പിക്കപ്പെട്ടത്. പാകിസ്ഥാൻ വംശജനായ തന്റെ വിചാരണ ഭാരതത്തിൽ നീതിപൂർവമാകില്ലെന്നാണ് റാണയുടെ ആരോപണം.
മാത്രമല്ല നാട് കടത്തുന്നത് ജീവന് ഭീഷണി ഉണ്ടാക്കുമെന്നും റാണ ഹർജിയിൽ പറഞ്ഞിരുന്നു. റാണയുടെ വാദങ്ങൾ ഒന്നും തന്നെ കോടതി അംഗീകരിച്ചില്ല. നിയമത്തിന്റെ മുന്നിലെ എല്ലാ വഴികളും അടഞ്ഞതോടെ വൈകാതെ റാണയെ ഇന്ത്യയിലെത്തിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദം അവസാന ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാടുകളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം തുടച്ചു നീക്കുകയാണ്. എന്നാൽ അർബൻ നക്സലിസം വെല്ലുവിളി ഉയർത്തുന്നു. കോൺഗ്രസ് അർബൻ നക്സലിസത്തിന് പിന്തുണ നൽകുകയാണെന്നും പ്രധാനമന്ത്രി പരോക്ഷമായി വിമർശിച്ചു. ഡൽഹിയിൽ ഒരു മാധ്യമത്തിന്റെ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് രാജ്യത്ത് മാവോയിസ്റ്റ് ഭീകരവാദം അവസാന ഘട്ടത്തിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. നേരത്തെ 100-ലധികം മാവോയിസ്റ്റ് ബാധിത ജില്ലകളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വിരലിലെണ്ണാവുന്ന ജില്ലകളിൽ മാത്രമാണ് ഭീകര സാന്നിധ്യമുള്ളത്. കാടുകളിൽ നിന്ന് ആയുധമെടുത്തുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുകയാണ്. അർബൻ നക്സലിസം പുതിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നും ഗാന്ധിജിയുടെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് പോലും അർബൻ നക്സലുകളുടെ ശബ്ദം ഉയർന്നു കേൾക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സർക്കാർ के निर्णायक फैसलों से आज नक्सलवाद जंगल से तो साफ हो रहा है, लेकिन अब वो अर्बन सेंटर्स में पैर पसार रहा है. अर्बन नक्सलियों ने अपना जाल इतनी तेजी से फैलाया है कि जो राजनीतिक दल अर्बन नक्सल के विरोधी थे, जिनकी विचारधारा कभी गांधी जी से प्रेरित थी, जो भारत की जड़ों से जुड़ी थी, ऐसे राजनीतिक दलों में आज अर्बन नक्सल पैक्स जमा चुके हैं. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും മുന്നേറ്റത്തിനും വെല്ലുവിളിയാകുന്ന മാവോയിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജാഗ്രത വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാവോയിസ്റ്റ് അക്രമത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ജനങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുന്ന സംഭവങ്ങളിൽ 80% കുറവുണ്ടായിട്ടുണ്ടെന്നും 2026ഓടെ മാവോയിസ്റ്റ് ഭീകരവാദം രാജ്യത്തു നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടുത്തിടെ പ്രതികരിച്ചിരുന്നു. ജനം, ഡൽഹി. ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന തമിഴ്നാടിന്റെ ആരോപണത്തിന് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് മെഡിക്കൽ വിദ്യാഭ്യാസവും തമിഴിലാക്കണമെന്ന് അമിത്ഷാ DMK സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാതൃഭാഷയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല, തമിഴിൽ പരീക്ഷ എഴുതുന്ന യുവജനതയ്ക്ക് തുല്യ അവസരം ഉറപ്പാക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. CAPF ഉദ്യോഗാർത്ഥികൾക്ക് തമിഴ് ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷയിൽ പരീക്ഷ എഴുതാമെന്നും അദ്ദേഹം അറിയിച്ചു. CISFന്റെ 56ാമത് സ്ഥാപക ദിനത്തിൽ റാണിപ്പേട്ടിലെ തക്കോലത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. तमिलनाडु की इस धरती से देश के भाषी भाषाओं में पढ़ने वाले हर युवा को एक बात जरूर बताना चाहता हूं. अब तक CAPF की भर्ती में आपकी मातृभाषा का स्थान नहीं था. आप बंगाली में CAPF की परीक्षा नहीं दे सकते थे, आप कन्नड़ में नहीं दे सकते थे, आप तमिल में भी नहीं दे सकते थे. नरेंद्र मोदी जी ने निर्णय किया कि सभी 8वीं सूची की अनुसूची की भाषाओं में अब हमारे युवा परीक्षा दे पाएंगे. तमिलनाडु के युवा भी अब तमिल में परीक्षा दे पाएंगे. इस मौके पर मैं तमिलनाडु की धरती पर आया हूं तो तमिलनाडु के मुख्यमंत्री को भी आग्रह करना चाहूंगा कि कई राज्यों ने पहल की है. मेडिकल की शिक्षा और इंजीनियरिंग की शिक्षा में स्थानीय भाषा में अभ्यासक्रम बनाए गए हैं. मेरा आग्रह है तमिलनाडु के मुख्यमंत्री को कि तमिलनाडु में भी तमिल भाषा में मेडिकल और इंजीनियरिंग का एजुकेशन शुरू किया जाए, शीघ्र किया जाए. ലണ്ടനിൽ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെതിരെ നടന്ന ആക്രമണം ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉന്നയിച്ച കൺസർവേറ്റീവ് പാർട്ടി MP ബോബ് ബ്ലാക്ക്മാൻ സംഭവത്തെക്കുറിച്ച് ആഭ്യന്തര സെക്രട്ടറി പാർലമെന്റിൽ വിശദീകരണം നൽകണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ S. ജയശങ്കർ സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഖാലിസ്ഥാൻ ഭീകരർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ഔദ്യോഗിക പരിപാടി നടന്ന വേദിക്ക് പുറത്തായിരുന്നു ഖാലിസ്ഥാൻവാദികളുടെ ആക്രമണം. സംഭവം കൺസർവേറ്റീവ് പാർട്ടി MP ബോബ് ബ്ലാക്ക്മാൻ പാർലമെന്റിൽ ഉന്നയിച്ചു. ആഭ്യന്തര സെക്രട്ടറി സംഭവത്തിൽ സഭയിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Yesterday, the External Affairs Minister from India, Sri Sriranka, was attacked when he was leaving a public venue when he'd been addressing an audience of Indian people in this country. He was attacked
by Khalistani thugs. This is against the Geneva Convention, and it appears that the police and the security forces failed to ensure that he was made safe. Now, this is an affront to democracy. It's an affront to our friends and allies in India, and we need to make sure that it doesn't happen again. So will the leader ensure that the Home Secretary or an appropriate minister makes a statement to this House about what protection we're going to make sure when we have external visitors to this country that they are safe? ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. ജനീവ കരാറിന്റെ ലംഘനമാണ് വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ പ്രസ്താവന ഉണ്ടാകുമെന്ന് ഗവൺമെന്റ് പ്രതിനിധി ജനപ്രതിനിധി സഭയെ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അധിക താരിഫ് ചുമത്തിയ നടപടിയിൽ ഇളവ് വരുത്തി ട്രംപ്. ഇരു രാജ്യങ്ങളുടെയും നിരവധി ഉൽപ്പന്നങ്ങൾ അധിക നികുതിയിൽ നിന്ന് ഒഴിവാക്കി ട്രംപ് ഉത്തരവ് പുറപ്പെടുവിച്ചു. കനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ, മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോം എന്നിവർ ട്രംപുമായി ചർച്ചകൾ നടത്തിയിരുന്നു. മാർച്ച് 4 മുതലാണ് പുതുക്കിയ താരിഫ് നിരക്കുകൾ നിലവിൽ വന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമുമായി ട്രംപ് ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് 20 ഉൽപ്പന്നങ്ങൾ താരിഫിൽ നിന്ന് ഒഴിവാക്കിയത്. ഇത് സംബന്ധിച്ച ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. It basically makes it more fair for our car manufacturers during the short-term period before April 2nd. April 2nd is a little bit different. That will be much more significant. But during this interim period between now and April 2nd, this makes it much more favorable for our American car manufacturers. And I spoke to the President of Mexico, wonderful woman, today, and we helped them out with the problem they were having to do with the tariffs, short-term tariffs, and we had a very good conversation. Also, we discussed drugs, and they've been working much harder lately. Do you notice that? On people coming in and drugs, and we've made tremendous progress on both. 25% അധിക താരിഫാണ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കും ചുമത്തിയത്. താരിഫ് ചുമത്തുന്നതിൽ തുടർച്ചയാകാം എന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ നിലപാട്. മാത്രമല്ല, മെക്സിക്കോയിൽ നിന്നും അനധികൃതമായി കടത്തുന്ന മയക്കുമരുന്ന് വരവ് കുറഞ്ഞതായും ട്രംപ് അറിയിച്ചിരുന്നു. മയക്കുമരുന്ന് കടത്തിയ 29 പേരെ മെക്സിക്കോ അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്തു. മയക്കുമരുന്ന് കടത്ത നിയന്ത്രണം പ്രായോഗികമായി നടപ്പാക്കാൻ ആരംഭിച്ചതോടെയാണ് ട്രംപ് താരിഫ് കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ഭീകരപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്ന് കണ്ടെത്തിയതോടെ STPIക്കെതിരെ കടുത്ത നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. കൂടുതൽ ഭീകരരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം STPI ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തിരുന്നു. കേരളം, ചെന്നൈ, ബാംഗ്ലൂർ, ലക്നൌ, ഡൽഹി, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ SDPI കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ ഡിജിറ്റൽ ഉപകരണങ്ങളും പണമിടപാട് രേഖകളും പിടിച്ചെടുത്തിരുന്നു. ED കസ്റ്റഡിയിലുള്ള ഭീകരൻ മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനയും അറസ്റ്റ് നടപടികളും ഉണ്ടാകും. സാമ്പത്തികമായും ആശയപരമായും SDPIയെ നിയന്ത്രിച്ചത് നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് തന്നെയാണെന്നും തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെയാണ് SDPIയുടെ പ്രവർത്തനമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SDPIക്കെതിരെ കർശന തുടർ നടപടികൾ ഉണ്ടാകും. SDPI നേതാക്കളുടെ പ്രവർത്തനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഇടപാടുകളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഭീകരവാദത്തിനായി പോപ്പുലർ ഫ്രണ്ട് സമാഹരിച്ച പണം SDPIയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ തെളിവുകൾ സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. പോപ്പുലർ ഫ്രണ്ട് STPI ബന്ധത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച NIAയും PFIയുടെ രാഷ്ട്രീയ മുഖമാണ് STPI എന്ന് ED റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. PFI ഭീകരർ നിരോധനത്തിന് പിന്നാലെ STPIയിൽ നുഴഞ്ഞുകയറുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ കേസിൽ 2021 മാർച്ചിൽ കുറ്റപത്രം നൽകിയ NIA PFI STPI ബന്ധം തെളിയിക്കുന്ന നിരവധി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളും റെയ്ഡുകളിൽ കണ്ടെത്തിയ ഡീറ്റെയിൽ തെളിവുകളും സാമ്പത്തിക ഇടപാട് വിവരങ്ങളും രണ്ട് സംഘടനകളും ഒന്നു തന്നെയെന്ന് വ്യക്തമാക്കുന്നതാണ്. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് PFI നിരോധിച്ചതിന് പിന്നാലെ ഭീകരവാദികൾ മറയാക്കിയിരുന്നത് STPIയെയാണ്. PFIയുടെ തീവ്ര ആശയങ്ങൾ പിന്നീട് നിരവധി വേദികളിൽ STPI നേതാക്കൾ ആവർത്തിച്ചിരുന്നു. STPI PFI ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണത്തിലാണ് NIA. ഇസ്ലാമിക ഭരണമാണ് PFI ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നതെന്നും മതസ്പർദ്ധയുണ്ടാക്കി സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായും NIA റിപ്പോർട്ടിലുണ്ടായിരുന്നു.
ഭീകര സംഘടന ISന്റെ അടക്കം പിന്തുണയോടെ രാജ്യത്ത് അരക്ഷിതാവസ്ഥയ്ക്കാണ് ശ്രമിച്ചത്. നിരോധനം മുന്നിൽ കണ്ട ഒരു രാഷ്ട്രീയ രൂപം മുന്നിൽ നിർത്തി ഭീകരവാദ ആശയപ്രചരണം തന്നെയായിരുന്നു PFI ലക്ഷ്യമിട്ടിരുന്നത്. STPIയെ നിയന്ത്രിക്കുന്നതും പണം നൽകുന്നതും PFI ആണെന്നാണ് ED കണ്ടെത്തിയത്. STPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ED വിവരങ്ങൾ പുറത്തുവിട്ടത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ആശ്വാസകരമായ പുരോഗതി. തന്റെ രോഗമുക്തിക്കായി പ്രാർത്ഥിച്ചവർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജപമാല പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായിട്ടാണ് മാർപ്പാപ്പയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടത്. തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള കേന്ദ്ര വിഹിതത്തിലും കൈയിട്ട് വാരി സംസ്ഥാന സർക്കാർ. 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച തുക പൂർണ്ണമായി ഉപയോഗിച്ചില്ല. 2020 മുതൽ തുക കൈമാറുന്നതിൽ വീഴ്ച. ധനവകുപ്പ് തന്നെ ഇക്കാര്യം തുറന്നു സമ്മതിക്കുന്ന രേഖകൾ ജനം TVക്ക് ലഭിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് തുക ഉപയോഗിക്കാതിരുന്നത്. ജനം ബ്രേക്കിംഗ്. കോടി രൂപയാണ് 15ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനത്തിന് 2020-21 സാമ്പത്തിക വർഷത്തിൽ നൽകിയത്. എന്നാൽ ഈ തുകയുടെ പകുതി പോലും അതേ സാമ്പത്തിക വർഷത്തിൽ ഉപയോഗിച്ചില്ല. 2021-22 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ തുകയും പൂർണ്ണമായും ഉപയോഗിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സർക്കാർ തന്നെ തുറന്നു സമ്മതിക്കുന്ന രേഖകളാണിത്. 2022-23 സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. 339 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷത്തിൽ ചെലവഴിക്കാതെ ശേഷിച്ചത്. തുടർന്ന് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റുകൾ പൂർണ്ണമായും മുടങ്ങുമെന്ന അവസ്ഥ വന്നതോടെ ഈ സാമ്പത്തിക വർഷത്തിലാണ് തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറിയത്. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങൾ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നേരിടുന്നുണ്ട്. പണമില്ലാത്തതിനാൽ റോഡ് നിർമ്മാണങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെട്ട അവസ്ഥയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്തതിനാൽ പകർച്ചവ്യാധികൾ സംസ്ഥാനത്ത് പടർന്നു പിടിച്ചിരുന്നു. ഇതിനിടെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന തുക പോലും കൃത്യമായി കൈമാറാതിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയും സംസ്ഥാനം വകമാറ്റുന്നുവെന്ന ആരോപണങ്ങൾക്ക് കൂടി ഇത് ശക്തി പകരുന്നുണ്ട്. ഇതേ സാഹചര്യമാണ് സംസ്ഥാനത്തെ മറ്റ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ കാര്യത്തിലും നിലനിൽക്കുന്നത്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഇഷ്ടക്കാർക്കുള്ള സംരക്ഷണം തുടർന്ന് സർക്കാർ. തട്ടിയെടുത്ത തുകയും പലിശയും അടച്ച ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടികളില്ല. പണം തിരിച്ചടച്ച 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുത്തു. വിവരങ്ങൾ മറച്ചുവെച്ച് പെൻഷൻ തട്ടിയെടുത്തത് ക്രിമിനൽ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നിരിക്കെയാണ് സർക്കാരിന്റെ മൃദു സമീപനം. ജനം ബ്രേക്കിംഗ്. 1457 ക്ഷേമ പെൻഷൻ തട്ടിപ്പുകാരുടെ പേരുവിവരങ്ങൾ പുറത്തുവിട്ടെങ്കിലും ഇവർക്കുള്ള സംരക്ഷണം സർക്കാർ തുടരുകയാണ്. നിയമവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതിന്റെ പേരിൽ നടപടി നേരിട്ട 3 റവന്യൂ വകുപ്പ് ജീവനക്കാരെ കഴിഞ്ഞ ദിവസം സർക്കാർ തിരിച്ചെടുത്തു. തട്ടിയെടുത്ത ക്ഷേമ പെൻഷൻ തുകയും 18% പലിശയും തിരിച്ചടച്ചെന്നതാണ് ജീവനക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുന്നതിനുള്ള ന്യായീകരണം. ഇല്ലാത്ത യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് കുറ്റകൃത്യമാണെന്നിരിക്കെ മാതൃകാപരമായ നടപടികൾക്കൊന്നും സർക്കാർ മുതിരുന്നില്ല. ശക്തമായ വകുപ്പ് തല നടപടികൾ പോലുമില്ലെന്നതാണ് കൗതുകകരം. തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടാൽ പണവും പലിശയും അടച്ച് തടിയൂരാമെന്ന തെറ്റായ സന്ദേശം കൂടിയാണ് സർക്കാർ നൽകുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതി നോട്ടീസ്. കോൺഗ്രസും മുസ്ലിം ലീഗും നൽകിയ ഹർജിയിലാണ് നടപടി. ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകളില്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമാകില്ലേ എന്ന് കോടതി ചോദിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിവരങ്ങൾ എന്താണ്? വീണ, തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനും ഒപ്പം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് നൽകിയിട്ടുള്ളത്. വാർഡ് പുനർവിഭജനം ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇത്തരത്തിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് നേരത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് നടന്നത് 2011 ശേഷം ആ കണക്കിന്റെ അടിസ്ഥാനത്തിലുള്ള വാർഡ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞതുമാണ്. അതിനുശേഷം സെൻസസ് നടക്കാതെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകളും കണക്കുകളും ഇല്ലാതെ
വാർഡ് പുനർവിഭജനം നടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായ കണക്കുകളില്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമാകില്ലേ എന്ന് വാക്കാലുള്ള ചോദ്യം സുപ്രീം കോടതി ചോദിച്ചു. എന്നാൽ 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നതാണ്, ജനസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർഡ് പുനർവിഭജനം എന്ന വിശദീകരണമാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും വിഷയം വിശദമായി പരിശോധിക്കുമെന്ന് വ്യക്തമാക്കിയ കോടതി സംസ്ഥാന സർക്കാരിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് നൽകി. കേസ് പരിഗണിക്കുന്നത് 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും എന്നും കോടതി അറിയിച്ചു. വീണ. ഓക്കെ, ശരി ജിഷ്ണു. ഹൈക്കോടതിയിൽ വനിതാ അഭിഭാഷകയെ അപമാനിച്ച സംഭവത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീനെതിരെ അഭിഭാഷകരുടെ പ്രതിഷേധം. ചേംബറിൽ വെച്ച് മാപ്പ് പറയാമെന്ന് ജസ്റ്റിസ്, എന്നാൽ തുറന്ന കോടതിയിൽ വെച്ച് തന്നെ മാപ്പ് പറയണമെന്ന് അഭിഭാഷക അസോസിയേഷൻ. പ്രതിഷേധത്തെ തുടർന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഇന്നത്തെ സിറ്റിംഗ് ഒഴിവാക്കി. മലപ്പുറം താനൂരിൽ നിന്നും കാണാതായ കുട്ടികളെ നാട്ടിലേക്ക് ട്രെയിനിൽ കൊണ്ടുവരും. നാളെ ഉച്ചയ്ക്ക് 12 മണിയോടെ തിരൂരിലെത്തും. ഗരീബ് രഥ് എക്സ്പ്രസിലാണ് മടക്കം. മുംബൈയിലെ ലോനാവാലയിൽ ട്രെയിനിൽ വെച്ച് ഇന്ന് പുലർച്ചെ 1:45 പെൺകുട്ടികളെ കണ്ടെത്തിയത്. ബുധനാഴ്ച ഉച്ച മുതലാണ് പെൺകുട്ടികളെ കാണാതായത്. താനൂർ ദേവതാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായിരുന്നു. തുടർന്ന് രക്ഷിതാക്കൾ പരാതി നൽകിയതോടെ പോലീസ് വ്യാപക തെരച്ചിൽ നടത്തി. ഒടുവിൽ കുട്ടികൾ മുംബൈയിലെത്തിയെന്ന വിവരം ലഭിച്ചു. മുംബൈ CSTയിലെ സലൂണിൽ മുടിമുറിക്കുന്ന ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇവർ ഇവിടെ നിന്നും ചെന്നൈ എഗ്മോറിലേക്ക് യാത്ര ചെയ്യവേ ലോനാവാലയിൽ വെച്ച് CRPF കണ്ടെത്തുകയായിരുന്നു. സാഹസിക യാത്രയായിരുന്നു പെൺകുട്ടികൾ നടത്തിയതെന്ന് മലപ്പുറം SP R വിശ്വനാഥ് പറഞ്ഞു. അപ്പം എൻ്റെ പോലീസ് ടീം, എൻ്റെ SIM ടീമും അവരൊരു 1/2 hour 45 minutes അവരിൽ അടുത്തെത്തും. ഇന്നൊരു ഈവനിങ്ങിൽ തിരിച്ച് ഫ്ലൈറ്റ് അവൈലബിലിറ്റി പരിമിതമാണ്. അപ്പം മോസ്റ്റ്ലി അവർ ഇന്നത്തെ ട്രെയിന് നാളെ നേരം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തുന്ന രീതിയിലാണ് നമ്മുടെ ട്രാവൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുട്ടികളൊരു അഡ്വഞ്ചറസ് ടാങ്കിളിലാണ് പോയിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അയാളെ നമ്മൾ ഇതിൻ്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് തിരിച്ചിവിടെ എത്താനായിട്ടുള്ള കാര്യം അതും ചെയ്യുന്നുണ്ട്. അപ്പം സുപ്രേരണയാൽ തന്നെ സ്വമേധയാ ഡിസിഷനോടുകൂടി തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതാണ് പാരൻസിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ. താനൂരിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇന്ന് രാവിലെ 8 മണിയോടെയാണ് മുംബൈയിലെത്തിയത്. അവിടെ നിന്നും റോഡ് മാർഗം ഉച്ചയോടെ പൂനെയിലെത്തി. നടപടിക്രമങ്ങൾക്ക് ശേഷം ശബരിരഥ എക്സ്പ്രസിലാണ് കേരളത്തിലേക്കുള്ള മടക്കം. നാളെ ഉച്ചയോടെ നാട്ടിലെത്തും. ജനം, മലപ്പുറം. ഹൈന്ദവ ആചാരങ്ങൾക്ക് CPM സമ്മേളന വേദിയിൽ അവഹേളനം. ഹൈന്ദവ സമൂഹം വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന നന്ദികേശ്വര രൂപം പ്രചാരണത്തിന് ഉപയോഗിച്ചു. ഓണാട്ടുകരയിലെ പ്രധാന കെട്ടുകാഴ്ച മൂർത്തിയാണ് നന്ദികേശ്വരൻ. വ്രതനിഷ്ഠയോടെ ഭക്തർ നിർമ്മിക്കുന്ന നന്ദികേശ്വര ശില്പമാണ് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിച്ച് CPM ഭക്തജനവികാരം വ്രണപ്പെടുത്തിയത്. നേരത്തെ MV ഗോവിന്ദന്റെ ജനകീയ പ്രതിരോധ യാത്രയ്ക്കിടെ ഓണാട്ടുകരയിലെ ജീവത എഴുന്നള്ളത്തിനെതിരെയും CPM സമാനമായ രീതിയിൽ അവഹേളിച്ചിരുന്നു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നു. പ്രശാന്ത്, ഇവിടെ എന്താണ് സംഭവിച്ചത്? വീണ, CPM സംസ്ഥാന സമ്മേളനം നടക്കുന്ന ആ വേദിക്ക് സമീപത്തായിട്ടാണ് ഈ ഓണാട്ടുകരയിലെ ഈ നന്ദികേശ്വരനെ ഓണാട്ടുകരക്കാർ, അതായത് മധ്യ തിരുവിതാംകൂറിൽ പ്രധാനമായും ഓണാട്ടുകരയിലെ എല്ലാ ഉത്സവങ്ങൾക്കും കെട്ടുത്സവങ്ങൾക്കടക്കം ഇത്തരം നന്ദികേശ്വര ശില്പങ്ങൾ അതിനെ ഉപയോഗിക്കാറുണ്ട്. വളരെ പരിപാവനമായിട്ടാണ് ഇതിനെ ഭക്തർ കാണുന്നത്. മാത്രമല്ല, ഈ നന്ദികേശ്വര ശില്പത്തിൻ്റെ നിർമ്മാണ സമയത്തടക്കം, ആ നിർമ്മാണ സ്ഥലത്തടക്കം ഇത്തരത്തിൽ വളരെ ഭക്തിയോടെ വ്രതനിഷ്ഠയോടെയാണ് നിർമ്മാണം നടത്തുന്നത്. ആ ഉത്സവത്തിന് ശേഷമായാൽ പോലും ഇതിൻ്റെ ശിരസ് സൂക്ഷിക്കുന്നത് തന്നെ അതിന് പ്രത്യേകം ഇടങ്ങൾ സ്ഥാപിക്കുകയും ആ ഇടത്ത് ഒരു നിലവിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഈ ശിരസ് അടക്കം സ്ഥാപിക്കുന്നത്. അങ്ങനെ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു ശില്പമാണ് നന്ദികേശ്വരൻ്റേത്. പ്രത്യേകിച്ച് ഈ തിരുവിതാംകൂറിലെ മധ്യ തിരുവിതാംകൂറിൽ ഭാഗത്ത്, അതായത് ആലപ്പുഴ, കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇത് പ്രധാനമായും ഈ നന്ദികേശ്വര ശില്പങ്ങളെ ഇത്തരത്തിൽ ഒരു വലിയ പവിത്രതയോടുകൂടി കാണുന്നത്. ആ ശില്പത്തെയാണ് ഇവിടെ CPMന്റെ സമ്മേളന വേദിയിൽ അതിനെ ഒരു സമ്മേളനത്തിൻ്റെ പ്രചരണത്തിലാക്കി മാറ്റിയത്. CITUവിൻ്റെ ഒരു സംഘടനയായ NHM എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന സംഘടനയാണ് ഈ ശില്പം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വളരെ പവിത്രമായിട്ടും ആചാരപരമായിട്ടും ആണ് ഈ ശില്പത്തെ പ്രധാനമായും ഭക്തർ കണക്കാക്കുന്നത്. അതായത് ഈ ഓണാട്ടുകര പ്രദേശങ്ങളിലെല്ലാം
കാണുന്നത്. അതിലും കെട്ടുത്സവങ്ങളിൽ അതിപ്രാധാന്യത്തോടെ കാണുന്നതാണ് ഈ നന്ദികേശ്വര ശില്പം എന്ന് പറയുന്നത്. കെട്ടുത്സവങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നന്ദികേശ്വര ശില്പം എന്ന് പറയുന്നത്. അതിനെ കണക്കാക്കുന്നത് സത്വരജ തമോ ഗുണങ്ങൾ അടങ്ങിയതാണ് ഈ നന്ദികേശ്വരന്മാർ. 2 നന്ദികേശ്വരനും അത് ചുവപ്പും വെള്ളയും നിറത്തിലൂടെയാണ് ഇതിനെ കാണുന്നത്. ഇങ്ങനെ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഈ സങ്കല്പിച്ച് പോകുന്നൊരു വളരെ പുണ്യമായി കാണുന്നൊരു ശില്പമാണ് ഈ നന്ദികേശ്വരൻ്റേത്. അത് തന്നെയാണ് ഇവിടേക്ക് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ അനാചാരപരമായിട്ടുള്ളൊരു നീക്കമായിരുന്നു. നേരത്തെ ഈ ജീവിത എഴുന്നള്ളിപ്പടക്കം എം.വി. ഗോവിന്ദൻ്റെ യാത്രകൾ കൊണ്ടുവന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെയും ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിക്കരികിലും ഇത്തരത്തിൽ ശില്പത്തെ കൊണ്ട് ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പല ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം അതിനെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള പല സമീപനങ്ങളും ഈ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായൊരു സാഹചര്യം തന്നെയാണ് ഇവിടെയും നന്ദികേശ്വരൻ്റെ ഈ പ്രതിമ, ഈ രൂപം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട്, മൂർത്തി സ്ഥാപിച്ചുകൊണ്ട് CPM നടത്തുന്നത്. ഇടതുപക്ഷം നടക്കുന്നതും സമ്മേളനം നടക്കുന്ന സമയത്താണ്. കൊല്ലത്ത് CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ആ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിക്കരികിൽ തന്നെയാണ് നന്ദികേശ്വരന്മാരുടെ ശില്പം സ്ഥാപിച്ചുകൊണ്ട് ഒരു തെറ്റായ സന്ദേശം നൽകുന്നത്. തുടർച്ചയായി ഇത്തരം അവഹേളനങ്ങൾ ഹൈന്ദവാചാരങ്ങളോട് നടത്തുകയാണ് CPM വിട്ട് BJP-യിൽ ചേർന്നതിന് വീട്ടിൽ കയറി മർദ്ദിച്ചതായി പരാതി. കോഴിക്കോട് കോടഞ്ചേരി സ്വദേശി എഡ്വിന ചാക്കോ ആണ് പോലീസിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു എഡ്വിനയുടെ അമ്മയും സഹോദരങ്ങളും CPM വിട്ട് BJP-യിൽ ചേർന്നത്. CPM പ്രവർത്തകരുടെ മർദ്ദനത്തിന്റെയും ഭീഷണിയുടെയും വീഡിയോ ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരോക്ഷമായി വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറിയുടെ സംഘടനാ റിപ്പോർട്ട്. പാർട്ടിയാണ് അധികാര കേന്ദ്രമെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കരുത്. ഭരണ തുടർച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച പാഠമാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി M.V. ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് ആത്മവിമർശന രീതിയിലുള്ള പിണറായി വിമർശനം. കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ M.V. ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് പരോക്ഷമായി മുഖ്യമന്ത്രി വിമർശിക്കുന്നത്. ഭരണത്തുടച്ച ബംഗാളിൽ ഉണ്ടാക്കിയ വീഴ്ച കേരളത്തിൽ ആവർത്തിക്കരുത്. പാർട്ടിക്ക് ബംഗാളിൽ ഉണ്ടായ സ്ഥിതി പാഠമാക്കണമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വിനീതദാസന്മാരാകേണ്ടവരാണ് പാർട്ടി പ്രവർത്തകർ. നേതാക്കൾ ജനങ്ങളിൽ നിന്നും അകന്നുപോയി എന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിക്ക് സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ജനസ്വീകാര്യതയും M.V. ഗോവിന്ദന്റെ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട്. പാർട്ടി വോട്ടുകളും BJP-യിലേക്ക് ചോർന്നുവെന്നും പാർട്ടിക്കൊപ്പം നിന്നവരെ പോലും BJP-ക്കെതിരെ അണിനിർത്താനാകുന്നില്ല എന്നും റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നു. സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വികസന രേഖ വായിച്ചിരുന്നു. സർക്കാരിന്റെ വികസനങ്ങൾ നയരേഖയിലൂടെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച അതേ വേദിയിലാണ് മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള സംഘടനാ റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയം. ജനം, തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ചതിന് പിന്നാലെ പിഴയിട്ട നഗരസഭ. 3.5 ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് CPM ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ്. ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാത്തതിനെ തുടർന്ന് ഹൈക്കോടതിയിലെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെയാണ് കോർപ്പറേഷന്റെ നടപടി. കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് പിഴ ഈടാക്കിയത്. അനുമതിയില്ലാതെ നഗരത്തിൽ കൊടിതോരണങ്ങൾ സ്ഥാപിച്ചതിന് 3.5 ലക്ഷം രൂപ പിഴ ഈടാക്കണമെന്നാവശ്യപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറിക്കാണ് നോട്ടീസ് നൽകിയത്. കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമായി 20 ഫ്ലക്സ് ബോർഡുകളും 2500-ലധികം കൊടിതോരണങ്ങളുമാണ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി CPM സ്ഥാപിച്ചത്. ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ജനജീവിതം ദുസ്സഹമാക്കുന്നതായി ആരോപിച്ച് നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടുകയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് കോർപ്പറേഷൻ പിഴ ഈടാക്കാൻ തീരുമാനിച്ചത്. കോർപ്പറേഷന്റെ നടപടിക്ക് പിന്നാലെയും ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും അഴിച്ചുമാറ്റാൻ CPM തയ്യാറായിട്ടില്ല. കാഴ്ച മറയ്ക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാത കയ്യേറാതെയുമാണ് ഫ്ലക്സ് ബോർഡുകളും കൊടികളും സ്ഥാപിച്ചതെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ മഴ നനയാതിരിക്കുവാൻ കെട്ടിയ ടാർപോളിൻ ഷീറ്റ് അർദ്ധരാത്രിയിൽ മിനിറ്റുകൾ കൊണ്ട് പൊളിച്ചു നീക്കിയ പോലീസ് സംവിധാനം നോക്കി നിൽക്കുകയാണ് CPM നടത്തുന്ന ഈ നഗ്നമായ നിയമലംഘനം. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി മഹാക്ഷേത്ര ഉത്സവം തടസ്സപ്പെടുത്താൻ CPM നീക്കം നടക്കുന്നതായി ആരോപണം. ക്ഷേത്രകാര്യങ്ങളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM നേരിട്ട് ഇടപെട്ട് ക്ഷേത്ര നടത്തിപ്പിനെതിരായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഭക്തരുടെ ആരോപണം. മുൻ വർഷങ്ങളിലും ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചിരുന്നുവെന്നും പരാതിയുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം.
കരക്കാരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിലെ 4ാം ഉത്സവം മുതലുള്ള നടത്തിപ്പ്. ക്ഷേത്രകാര്യങ്ങളിൽ ഭരണസ്വാധീനം ഉപയോഗിച്ച് CPM പ്രാദേശിക നേതൃത്വം നേരിട്ടിടപെട്ട് ക്ഷേത്ര നടത്തിപ്പിന് എതിരായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാണ് ഭക്തരുടെ ആരോപണം. 2023 ഉത്സവകാലത്ത് ക്ഷേത്ര പരിസരത്ത് പാർട്ടി കൊടികെട്ടാൻ ശ്രമം നടന്നിരുന്നു. ഭക്തർ ഇടപെട്ട് ഇത് തടഞ്ഞു. ഇതിനുശേഷം CPM പ്രാദേശിക നേതൃത്വം വൈരാഗ്യബുദ്ധിയോടെ പെരുമാറുന്നു എന്നാണ് ആരോപണം. കരപ്രതിനിധികളെ ഉൾപ്പെടുത്തി ക്ഷേത്രോത്സവം നടത്തുന്നതിനെതിരെ ദേവസ്വം കമ്മീഷണർക്ക് അടിസ്ഥാനരഹിതമായ പരാതികൾ നിരന്തരം CPM ഇടപെടലിലൂടെ നൽകുന്നു. ദേവസ്വം ജീവനക്കാരെ കൊണ്ട് ഭക്തർക്കെതിരെ വ്യാജ പരാതികൾ നൽകിക്കുന്നു എന്നും ഭക്തരുടെ ആരോപണം. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് CPMന്റെ പ്രാദേശിക നേതൃത്വത്തിലുള്ള പാർട്ടിക്കാർ ഉത്സവം തടസ്സപ്പെടുത്തുന്നതിനും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിനും വളരെ കരുതിക്കൂട്ടി ചില പ്ലാനുകൾ ചെയ്യുന്നതാണ്. 2023 കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം കൊടിയേറ്റ് ദിവസം തന്നെ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR ബൈജുവിൻ്റെ നേതൃത്വത്തിൽ ഇതര മതസ്ഥരെ കൂട്ടിക്കൊണ്ടുവന്ന് ഓമല്ലൂർ ക്ഷേത്രത്തിൽ ഉള്ളിലും പരിസര പ്രദേശത്തും DYFIയുടെ കൊടി കെട്ടണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവുകയുണ്ടായി. അന്ന് അതൊരു വർഗീയ കലാപമായി മാറ്റാനുള്ള ശ്രമം നടന്നെങ്കിലും ഓമല്ലൂർ പ്രദേശത്തെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഹൈന്ദവ സഹോദരന്മാരും ഒന്നിച്ചു നിന്നുകൊണ്ട് അത് വളരെ നല്ല രീതിയിൽ അതിനെ പരിഹരിക്കപ്പെടുകയുണ്ടായി. ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെയും ക്ഷേത്ര നടത്തിപ്പിനെതിരെയും CPM ഇടപെടലുകൾ നടക്കുന്നതിനെതിരെ ഭക്തജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ശക്തമാണ്. ജനം, പത്തനംതിട്ട. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ അധിക്ഷേപ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വനിതാ കമ്മീഷന് നിവേദനം നൽകി. ഗോപിനാഥിന്റെ പരാമർശം സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി. മാപ്പ് പറയാതെ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. പരാമർശത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാത്തതിനാലാണ് നിവേദനമെന്നും സമരസമിതി വ്യക്തമാക്കി. ആശമാരെ അധിക്ഷേപിച്ച് നടത്തിയ പരാമർശത്തിൽ മാപ്പ് പറയാതെ വീണ്ടും പ്രകോപനപരമായ സമീപനം തുടരുന്ന സാഹചര്യത്തിലാണ് CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെതിരെ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടപടി ആവശ്യപ്പെട്ട് വനിതാ കമ്മീഷന് പരാതി നൽകിയത്. ഗോപിനാഥന്റെ പരാമർശം മുഴുവൻ സ്ത്രീ സമൂഹത്തിനും അവമതിപ്പുണ്ടാക്കി. സംഭവം പണിയെടുത്ത് ജീവിക്കുന്ന ഓരോ സ്ത്രീകളും സ്ത്രീ സമൂഹവും ഞെട്ടലോടെയാണ് ശ്രമിച്ചത്. പ്രസംഗത്തിനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിരുന്നു. അതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നിവേദനമെന്നും പരാതിയിൽ പറയുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 3-ാം തീയതി കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് ഗോപിനാഥന്റെ അധിക്ഷേപം. മഴ നനഞ്ഞ ആശമാർക്ക് കുടയും റെയിൻകോട്ടുമായി എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സന്ദർശനത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഗോപിനാഥൻ ആശമാരെ അധിക്ഷേപിച്ചത്. സുരേഷ് ഗോപി കുട വാങ്ങി നൽകിയതിന്റെ കൂട്ടത്തിൽ ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ല എന്നതായിരുന്നു ഗോപിനാഥന്റെ പരാമർശം. ജനം, തിരുവനന്തപുരം. ആശാവർക്കർമാരോട് CPM സർക്കാരും കാണിക്കുന്നതാണ് കണ്ണിൽ ചോരയില്ലാത്ത നടപടിയെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ. എല്ലാ കാലത്തും LDF സർക്കാരുകൾക്ക് സമരങ്ങളോട് ഇതേ നിലപാടായിരുന്നുവെന്നും കുമ്മനം രാജശേഖരൻ ജനം TVയോട് പറഞ്ഞു. സംസ്ഥാനത്തുടനീളം ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ടും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദിവസങ്ങൾ പിന്നിട്ട സമരം നടത്തിയിട്ടും മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സമരം അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാത്തത് CPMനും സർക്കാരിനും കണ്ണിച്ചോരയില്ലാത്തതുകൊണ്ടാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇത്രയധികം മനുഷ്യത്വഹീനമായി പ്രവർത്തിക്കുന്നവരാണ്. അവകാശ സമരങ്ങളോട് എന്നും മുഖം തിരിച്ചു നിൽക്കുകയും അവകാശങ്ങൾ ഉന്നയിക്കുന്ന ആരായിരുന്നാലും അവരെ ചവിട്ടി മതിക്കുകയും ചെയ്യുന്ന വളരെ മനുഷ്യദ്രോഹപരമായ നിലപാടാണ് എന്നും ഈ CPM സ്വീകരിച്ചിട്ടുള്ളത്. ഇത്രയും നാളുകളായിട്ട് ഈ സ്ത്രീകളോട് വെയിലുകൊണ്ട് മഴ നനഞ്ഞ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തങ്ങൾക്ക് അല്പം തുക കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് അവരുടെ അടുക്കൽ മുഖം തിരിക്കുന്നത്? എന്തിനാണ് അവരോട് സൗമനസ്യപൂർവ്വം 2 വാക്ക് പോലും പറയാത്തത്? എന്താണ് അവരോട് നിഷേധാത്മകമായ നീചമായ നിന്ദ്യമായ രീതിയിൽ എന്തിനാണ് പെരുമാറുന്നത്? ഇതാണ് ചോദ്യം. കേരളം ഇതിനു മുമ്പ് ഭരിച്ച LDF സർക്കാരുകളും സമരത്തോട് ഇതേ നിലപാടാണ് സ്വീകരിച്ചതെന്നും കുമ്മനം കുറ്റപ്പെടുത്തി. സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് BJPയുടെ തീരുമാനമെന്നും കുമ്മനം വ്യക്തമാക്കി. ജനം, കൊച്ചി. ഒറ്റപ്പാലം സഹകരണ അർബൻ ബാങ്കിൽ CPM നേതാവും കുടുംബാംഗങ്ങളും നടത്തിയ മുക്കുപണ്ട പണയ തട്ടിപ്പിൽ നഷ്ടം 1/2 കോടിയോളം രൂപയെന്ന് കണ്ടെത്തൽ. 27 ലക്ഷം രൂപയുടെ തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് നഷ്ടം 45.5 ലക്ഷം രൂപ ആണ് എന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് പാലക്കാട് നഗരത്തിൽ BJP പ്രതിഷേധം.
വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറെ BJP പ്രവർത്തകർ ഉപരോധിച്ചു. BJP ഭരിക്കുന്ന നഗരസഭയിൽ ഉദ്യോഗസ്ഥർ അമൃത് പദ്ധതി അട്ടിമറിക്കുന്നുവെന്ന് ആരോപിച്ചാണ് BJP ഉപരോധം സംഘടിപ്പിച്ചത്. അതേസമയം പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബിച്ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. SK Hospital, touching human lives. എടപ്പള്ളി, ട്രിവാൻഡ്രം. ആറ്റുകാല ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുത്തിയോട്ട വ്രതം ആരംഭിച്ചു. ഇക്കുറി 592 ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നത്. അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഭക്തർ ആറ്റുകാലിലേക്ക് പ്രവഹിക്കുകയാണ്. ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഈറനണിഞ്ഞ് കുത്തിയോട്ട ബാലന്മാർ ദേവിയെ വണങ്ങി. പള്ളിപ്പലകയിൽ 7 വെള്ളി നാണയങ്ങൾ സമർപ്പിച്ച് ക്ഷേത്ര മേൽശാന്തിക്ക് നൽകി അനുഗ്രഹം വാങ്ങി. ഇനിയുള്ള 7 നാളുകൾ ബാലന്മാർ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ താമസിച്ച് 1008 നമസ്കാരം ദേവിക്ക് മുന്നിൽ പൂർത്തിയാക്കും. മഹിഷാസുരമർദിനി ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് കുത്തിയോട്ട ബാലന്മാർ. 9ാം നാൾ വൈകിട്ട് കിരീടവും ആടയാഭരണങ്ങളും ധരിച്ച് ദേവീസന്നിധിയിൽ ബാലന്മാർക്ക് ചൂരൽ കുത്തും. മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്തിന് അകമ്പടി സേവിക്കുന്നത് കുത്തിയോട്ട ബാലന്മാരാണ്. തിരികെ ക്ഷേത്രത്തിലെത്തി ചൂരലിളക്കുന്നതോടെ വ്രതം അവസാനിക്കും. അതോടൊപ്പം ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഭക്തർ ആറ്റുകാലിലേക്ക് പ്രവഹിക്കുകയാണ്. ദേവിയെ കോവലൻ കല്യാണം കഴിക്കുന്നതിന്റെ വർണ്ണനകളാണ് ഇന്ന് തോറ്റംപാട്ടിൽ അവതരിപ്പിച്ചത്. ഈ ഭാഗം മാലപ്പുറം പാട്ടെന്നാണ് അറിയപ്പെടുക. ജനം, തിരുവനന്തപുരം. ആറ്റുകാൽ പൊങ്കാലയിൽ ഇത്തവണ സേവനത്തിനായി ഫയർഫോഴ്സിലെ വനിതാ ബാച്ചും 40ഓളം വനിതാ ഉദ്യോഗസ്ഥരാണ് പൊങ്കാല ദിവസം വരെ ക്ഷേത്രത്തിൽ ഡ്യൂട്ടിയിലുണ്ടാവുക. പൊങ്കാലയ്ക്ക് സുരക്ഷ ഒരുക്കാൻ 1000-ലധികം വനിതാ പോലീസുകാരെയും നിയോഗിച്ചു. ആദ്യമായി ഫയർ ആൻഡ് റെസ്ക്യൂവിലെ വനിതാ ഉദ്യോഗസ്ഥർ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമാകുന്നു. ഒപ്പം സുരക്ഷാ ക്രമീകരണങ്ങളുടെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പോലീസ് സേനയിലെ വനിതാ ഉദ്യോഗസ്ഥരും സേവന സന്നദ്ധരായി ഒപ്പമുണ്ട്. ആദ്യഘട്ടമായി തിരുവനന്തപുരത്ത് നിന്നുള്ള വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 33ഓളം ജീവനക്കാർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതിൽ 5ഓളം വനിതാ ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് സ്ത്രീകളുടെ ശൗര്യലാണല്ലോ. വനിതകളുടെ പ്രാതിനിധ്യം കൂടുതലായതുകൊണ്ട് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ പൊങ്കാലയുടെ അന്ന് തലേദിവസവും ഇവിടെ നിയോഗിക്കും. പൊങ്കാലോത്സവവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്കുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 40-ലധികം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഉദ്യോഗസ്ഥർ സേവന സന്നദ്ധരായി കഴിഞ്ഞു. 2 സെക്ടറുകളായി തിരിഞ്ഞാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പ്രവർത്തിക്കുന്നത്. പൊങ്കാലയുടെ തലേദിവസം മറ്റ് വനിതാ ഉദ്യോഗസ്ഥർ എത്തിച്ചേരും. ഇത്
നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇത്രയും നാൾ നമ്മളിവിടെ തൊഴാനും പൊങ്കാലയിടാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമാണുള്ളത്. നമുക്ക് കൂടുതലായിട്ട് ഡ്യൂട്ടി ഇപ്പോൾ ഇട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന ആ ഭാഗത്താണ് ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. അവിടെ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2 കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക കൺട്രോൾ റൂമും സജ്ജമാക്കി കഴിഞ്ഞു. 179 CCTV ക്യാമറകൾ, 44 ഫയർ റെസ്ക്യൂ എഞ്ചിനുകൾ, ഹൈ പ്രഷർ പമ്പിംഗ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. പൊങ്കാല മഹോത്സവത്തിനിടയ്ക്ക് കാണാതാകുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും മെഡിക്കൽ എമർജൻസികൾ നേരിടുന്നതിനും പ്രത്യേക യൂണിറ്റുകളും ക്ഷേത്ര പരിസരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിൽ ദർശനം നടത്തി. മുത്തപ്പ സന്നിധിയിലെത്തി പ്രാർത്ഥിച്ച് മടപ്പുരയുടെ ഭാരവാഹികളെയും മടയനെയും കണ്ട ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ, കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സായുജ്യമേകി 7.5 പൊന്നാന ദർശനം. ഭക്തിയുടെ നിറവിൽ ഏറ്റുമാനൂരപ്പന്റെ 7.5 പൊന്നാന ദർശനം തൊഴുത് ഭക്തജന സഹസ്രങ്ങൾ. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ 7.5 പൊന്നാന ദർശനവും വലിയ കാണിക്കയും അർദ്ധരാത്രിയോടെ നടന്നു. കുംഭമാസത്തിലെ രോഹിണി നാൾ, ഏറ്റുമാനൂരപ്പന്റെ തിരുവുത്സവത്തിന്റെ 8ാം നാൾ. നെഞ്ചിൽ തൊഴുകൈകളും നാവിൽ പഞ്ചാക്ഷരിയുമായി കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുൻപിലേക്ക് അർദ്ധരാത്രിയോടെ ആസ്ഥാന മണ്ഡപത്തിന്റെ വാതിൽ തുറന്നു. നമശിവായ മന്ത്രങ്ങൾ പ്രകമ്പനം കൊണ്ടു. കൺമുന്നിൽ മഹാദേവന്റെ അഷ്ടദിഗ്ഗജങ്ങൾ. ഇടതുഭാഗത്ത് 4ഉം വലതുഭാഗത്ത് 3ഉം പൊന്നാനകൾ. തിടമ്പിന് താഴെ മുൻഭാഗത്തായി അരപ്പൊന്നാനയും. ഭക്തജനങ്ങൾക്ക് ദർശന സായുജ്യം. വലിയ കാണിക്കയിൽ പാരമ്പര്യാവകാശി ചെങ്ങന്നൂർ പൊന്നുരുട്ടമഠം പ്രതിനിധി കാണിക്കയർപ്പിച്ചു. പിന്നാലെ ഭക്തജനങ്ങളും. പുലർച്ചെ 2:30 അഷ്ടദിക്പാലകരായ പൊന്നാനകളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ അഘോരമൂർത്തിയായ ഏറ്റുമാനൂരപ്പൻ ആസ്ഥാന മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളി. ഭഗവാൻ നമുക്ക് പറയാൻ പറ്റൂല, അത്രയ്ക്കും നമുക്ക് ചൈതന്യമാണ് ഭഗവാന്റെ. ഏറ്റവും വലിയ അമ്പലത്തിൽ, കേരളത്തിലെ ഏറ്റവും വലിയ ഇത് 7.5 പൊന്നാന ഏറ്റുമാനപ്പൻ്റെ. നല്ല വിശ്വാസമാണ്. എൻ്റെ ഏറ്റുമാനപ്പൻ എപ്പോഴും നല്ല വിശ്വാസമാണ്. അപ്പനെ പ്രാർത്ഥിച്ചാൽ നല്ല രീതി, എല്ലാവർക്കും നല്ല ഇതാണ്. 100 വട്ടം പറയുമ്പോൾ 1 പ്രാവശ്യം കേൾക്കും. നല്ല രീതിയാണ്. 7.5 പൊന്നാന ദർശനം മോക്ഷവും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഏറ്റുമാനൂരപ്പ ഭക്തർക്ക് പഞ്ചാക്ഷരികൾ ഉണർന്ന ഈ രാവ് സുഹൃതമാണ്. ടീം ജനത്തിനൊപ്പം മിഥുനയ്യപ്പൻ, കോട്ടയം. സൗത്ത് ഇന്ത്യയിലെ പ്രമുഖ എൻട്രൻസ് പരിശീലന സ്ഥാപനമായ സൈലം കേരളത്തിൽ 28 നീറ്റ് കീം ക്രാഷ് സെന്ററുകൾ ആരംഭിക്കുന്നു. വിദ്യാർത്ഥികളുടെ സൗകര്യാർത്ഥമാണ് കേരളത്തിലെ 14 ജില്ലകളിലും ഒന്നിലധികം ക്രാഷ് സെന്ററുകൾ തുടങ്ങുന്നതെന്ന് സൈലം മാനേജ്മെന്റ് അറിയിച്ചു. മാർച്ച് 20 തുടങ്ങുന്ന ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ സൈലത്തിൽ പുരോഗമിക്കുകയാണ്. ഇതുകൂടാതെ 4,999 രൂപയ്ക്ക് ഓൺലൈനിൽ ക്രാഷ് കോഴ്സിന് പഠിക്കാവുന്ന സൗകര്യവും സൈലം ഒരുക്കുന്നുണ്ട്. UGS ഗ്രൂപ്പിന്റെ സംരംഭമായ പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ പാട്രാക്കലിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ലളിതവും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ 4 വർഷത്തോളമായി വിശ്വാസത്തിന്റെയും സഹകരണത്തിന്റെയും കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ പ്രവർത്തനം 5ാം വർഷത്തിൽ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് തൃശൂരിൽ പുതിയ ബ്രാഞ്ചിനെ തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറമെ കർണാടക, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രവർത്തനാനുമതിയുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ സജീവ സാന്നിധ്യമായ UGS ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ബ്രാഞ്ച് ഇന്ന് തൃശ്ശൂർ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ പാലക്കാട്, മലപ്പുറം ജില്ലയിൽ ലഭിച്ച അതേ പിന്തുണയും സ്വീകാര്യതയും തൃശ്ശൂരും ഞങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധത്തിലും വിശ്വാസത്തിലാണ് ഞങ്ങൾ തൃശ്ശൂർ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത്. സാധാരണക്കാരന്റെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് നിരവധി ലോൺ നിക്ഷേപ പദ്ധതികളും സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതവും തുടങ്ങി ഒട്ടേറെ സേവനങ്ങളാണ് പിരമിഡ് അഗ്രോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നൽകി വരുന്നത്. ജനം, തൃശൂർ. ഭാരതവുമായി മികച്ച സഹകരണത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ച് ചൈനീസ് വിദേശകാര്യമന്ത്രി വോങ് യി. ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിജയങ്ങൾക്കായി സഹകരിച്ച് പ്രവർത്തിക്കണം. അതിർത്തിയിലെ സൈനിക പിന്മാറ്റം ബുദ്ധിപരമായ നീക്കം. ഗ്ലോബൽ സൗത്തിലെ പ്രധാന രാഷ്ട്രങ്ങൾ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും വോങ് യി. China-India relations have made positive strides over the past year. The successful meeting between President Xi Jinping and Prime Minister Narendra Modi in Kazan last October provided strategic guidance for the improvement and development of the bilateral ties. Both sides have earnestly followed through on the important common understandings of our leaders, strengthened exchanges in practical cooperation at all levels, and achieved a series of positive outcomes. China and India are each other's largest neighbors. China always believes that the two should be partners that contribute to each other's success. A cooperative pas de deux of the dragon and the elephant is the only right choice for both sides. As the two largest developing countries, China and India have a shared task to accelerate our country's development and revitalization. There is every reason for us to support each other rather than undercut each other, work with each other rather than guard against each other. This is the path that truly serves the fundamental interests of the two countries and peoples. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, വിവരങ്ങൾ എന്താണ്? തീർച്ചയായും വീണ ക്ഷമിക്കണം. ശക്തമായൊരു ബന്ധം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നതിന് അനിവാര്യമാണ് എന്ന നിലപാടിലേക്ക് തന്നെയാണ് നിലവിലെ സാഹചര്യങ്ങളിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വളരെ കൃത്യമായി പറയുന്നത് ഇരു രാജ്യങ്ങളും വളരെ ശക്തമായി മുന്നോട്ട് കുതിക്കുന്ന 2 രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം അനിവാര്യമായി ഉണ്ടാകേണ്ടതുണ്ട്. ആ അനിവാര്യമായി ഉണ്ടാകേണ്ട സഹകരണത്തിന് ഭാരതവുമായി സഹകരിച്ചു പോകാൻ ചൈന തയ്യാറാണെന്ന നിലപാടാണ് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാവുന്നത് നേരത്തെ കൃത്യമായി പരാമർശത്തിൽ തന്നെ ഈ പ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ചർച്ചയുടെ പല ഘട്ടങ്ങളിലായുള്ള പരാമർശങ്ങളിൽ വളരെ കൃത്യമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തിയിലെ സഹകരണവും അതുപോലെ തന്നെ അതിർത്തിയിലെ സൈനിക പിന്മാറ്റവും മികച്ച ഒരു സൂചനയായി തന്നെ അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര നിരീക്ഷകരുടെ എല്ലാം തന്നെ. അത്തരത്തിൽ മികച്ച സൂചനയായി കണക്കാക്കപ്പെട്ട ആ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർ ചർച്ചകൾക്കും അല്ലെങ്കിൽ തുടർന്ന് ശക്തമായ ബന്ധങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള നീക്കങ്ങളിലേക്ക് ചൈനയെ അല്ലെങ്കിൽ അതിന് ചൈനയുടെ സന്നദ്ധതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ചൈന പറഞ്ഞ മറ്റു ചില പ്രധാന ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലോബൽ സൗത്തിലെ സുപ്രധാനമായ 2 രാജ്യങ്ങളെന്ന നിലയിൽ കാര്യമായ ഇടപെടൽ ഇരു രാജ്യങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അതുപോലെ തന്നെ ഗ്ലോബൽ സൗത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും അനിവാര്യമാണ് എന്നും വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെയാണ് ഏറെ മികച്ച ബന്ധം തുടരണമെന്ന ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. വീണ, ശരി. മലപ്പുറം കോഡൂരിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയെന്നാരോപിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവറെ ബസ് ജീവനക്കാർ മർദ്ദിച്ചു. മർദ്ദനമേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ചു. മാണൂർ സ്വദേശി അബ്ദുൽ ലത്തീഫാണ് മരിച്ചത്. മഞ്ചേരി തിരൂർ റോട്ടിലോടുന്ന BTV ബസ്സിലെ ജീവനക്കാരാണ് മർദ്ദിച്ചത്. ശിവദാസ് കന്മന വിവരങ്ങളുമായി ചേർന്നു. ശിവദാസ്, പറയൂ. ഇന്ന് രാവിലെ 10:30യോടെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഡൂരിൽ വെച്ചാണ് ബസ് ജീവനക്കാർ കോഡൂരിൽ വെച്ചാണ് ബസ് ജീവനക്കാർ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചത്. അതായത് കോഡൂരിൽ ബസ് കാത്തു നിന്നിരുന്ന അല്ലെങ്കിൽ 3 യാത്രക്കാരെ ഈ ഓട്ടോയിൽ കയറ്റി എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ ഓട്ടോയുടെ കുറുകെ ബസ് നിർത്തിയിട്ട് പിന്നീട് ഇറങ്ങി ബസ് ജീവനക്കാർ ഈ ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ലത്തീഫിനെ ആക്രമിച്ചത്. അതിനുശേഷം അദ്ദേഹം പിന്നീട് ഓട്ടോയിൽ തന്നെ ആശുപത്രിയിലേക്ക് എത്തി പിന്നീട് പരാതി നൽകുക എന്ന ലക്ഷ്യത്തോടെ അതോടൊപ്പം
തന്നെ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയ അദ്ദേഹം പിന്നീട് കുഴഞ്ഞ് വീണ് മരിക്കുകയാണ് ഉണ്ടായത്. BTV എന്ന ബസ്സിലെ ജീവനക്കാരാണ് ആക്രമിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലാണ്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ അടക്കം പൂർത്തീകരിക്കും. ഇപ്പോൾ ആ വാർഡിലെ തന്നെ അദ്ദേഹം താമസിച്ചിരുന്ന പൊന്മള പഞ്ചായത്തിലെ അതേ 17ാം വാർഡിലെ വാർഡ് മെമ്പർ കൂടിയായ രാജൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചിട്ടുള്ളത്? അയാള് മലപ്പുറത്തുനിന്ന് വണ്ടിയെടുത്ത് വരുന്ന വഴിക്കല് മൂന്ന് സ്ത്രീകളെ കൈ കാട്ടിയപ്പോൾ അതിൽ കയറ്റുകയും അതിൻ്റെ കൂടെ വന്നേരം ബസ്സുകാർ വന്നിട്ട് കോടൂർ എത്തിയപ്പോഴാണ് വിലങ്ങിട്ട് അവർ മർദ്ദിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഈ ആളുകളെ കയറ്റി എന്നുള്ളതാണ് അതിൻ്റെ കാരണമാണ് അവർ പറയുന്നത്. സാധാരണ ഒരു ഓട്ടോ ഡ്രൈവറാണ്, കാലങ്ങളായിട്ട് വാടകയ്ക്ക് നിന്നിരുന്ന. എപ്പോഴാണ് അയാൾ നമ്മളെ വാർഡിൽ വന്ന്, നമ്മളെ നാട്ടുകാരനല്ല, തൊട്ടടുത്ത ഒതുക്കൽ പഞ്ചായത്തിലുള്ള ആളാണ്. നമ്മളെ വാടകയ്ക്ക് പാവപ്പെട്ടൊരു ഫാമിലിയാണ്. ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഒരു 3 വർഷമായിട്ട് ഇപ്പോൾ അവിടെ മാണൂർ ഭാഗത്ത് സ്ഥിരതാമസമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടുന്ന് ആളെ വണ്ടിയിൽ കയറ്റി എന്നുള്ളൊരു കുറ്റം മൂപ്പര് ചെയ്തിട്ടുള്ളൂ. അതിനാണ് മൂപ്പര വണ്ടി ഏകദേശം 1 കിലോമീറ്ററോളം വണ്ടി ഓട്ടോനെ ഫോളോ ചെയ്തിട്ട് ബസ് വിലങ്ങിട്ടിട്ട് മൂപ്പരെ ഇറക്കിയിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. ജീവനക്കാർ ഇതിനു മുമ്പ് അങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബസ്സിന് മുന്നും ഇതുപോലുള്ള പരാതികളുള്ള ബസ്സാണത്. വേറെ ആളുകളൊക്കെ പരാതി പറയുന്ന ഒരു ബസ്സാണ് BTV എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പ്രതിഷേധമോ ഓട്ടോക്കാരുടെ ഭാഗത്ത് നിന്ന്? എന്തായാലും ഓട്ടോ ഡ്രൈവർമാരെല്ലാവരും പണിമുടക്കും പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. എന്താണ് അതിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയെന്ന് എന്തെന്നുള്ള അറിയില്ല. ഞങ്ങളിപ്പോൾ ആ സമയത്ത് വന്നതാണ് ഇവിടെ, ശേഷം ഇവിടുന്ന് പോയിട്ടില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണകാരണം എന്താണെന്ന് എപ്പോഴും വ്യക്തമല്ല. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ അത് സ്ഥിരീകരിക്കാൻ കഴിയൂ. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം. അതിനുശേഷം മാത്രമേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ. വീണ. ശരി ശിവദാസ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനുമായി തെളിവെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വാപ്പുമ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിലാണ് തെളിവെടുപ്പ്. പാങ്ങോട്ടുള്ള ഇവരുടെ വീട്ടിലും കവർന്ന ശേഷം ആഭരണങ്ങൾ പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും എത്തിച്ചാകും തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക. ജനരോക്ഷം കണക്കിലെടുത്ത് സ്ഥലത്ത് കനത്ത സുരക്ഷ ഒരുക്കിയാകും തെളിവെടുപ്പ്. രാവിലെ തെളിവെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾക്കിടെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ട് അഫാൻ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണു. ഉടൻ സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തെളിവെടുപ്പ് തടസ്സപ്പെടുത്തുന്നതിനുള്ള പ്രതിയുടെ കരുതിക്കൂട്ടിയുള്ള നീക്കമായാണ് പോലീസ് ഇതിനെ കാണുന്നത്. ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അഫാനെ കോടതിയിൽ ഹാജരാക്കും. തുടർന്ന് നാളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റും. അഫാന്റെ മാനസിക നില പരിശോധിക്കുവാൻ വേണ്ടി നേരത്തെ വിദഗ്ധ മെഡിക്കൽ ബോർഡിനെ നിയോഗിച്ചിരുന്നു. മാനസിക വിദഗ്ധർ അഫാനുമായി വീണ്ടും സംസാരിക്കും. നിലവിൽ ഇതുവരെ മാനസിക അസ്വസ്ഥതകളൊന്നും അഫാൻ ഇല്ല എന്നാണ് മെഡിക്കൽ ബോർഡ് കണ്ടെത്തിയിട്ടുള്ളത്. അതേസമയം അഫാന്റെ അനിയൻ അഫ്സാൻ മരിച്ച വിവരം ഉമ്മ ഷെമിയെ അറിയിച്ചിട്ടുണ്ട്. ആത്മഹത്യ എന്നാണ് ഷെമിയോട് പറഞ്ഞിരിക്കുന്നത്. ഷെമി ആദ്യം നൽകിയ മൊഴിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അഫാന്റെ ആദ്യ കേസിലെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കുന്നതോടെ മറ്റു കേസുകളിൽ കസ്റ്റഡി അപേക്ഷ നൽകാനൊരുങ്ങുകയാണ് വെഞ്ഞാറമൂട് പോലീസ്. ജനം, തിരുവനന്തപുരം. കൊച്ചി ആതിര ജ്വല്ലറി തട്ടിപ്പിൽ ഭീമഹർജിയുമായി തട്ടിപ്പിന് ഇരയായവർ. വിവിധ സ്കീമുകളിൽ നിക്ഷേപം നടത്തിയതിന് കബളിപ്പിക്കപ്പെട്ട 500ഓളം പേർ ചേർന്ന് മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഭീമഹർജി നൽകാൻ ഒരുങ്ങുകയാണ്. ആതിര ജ്വല്ലറി ഉടമകൾക്കെതിരെ പരാതികൾ നൽകിയിട്ടും പോലീസ് നടപടി ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ചാണ് ഭീമഹർജി നൽകുന്നത്. വിവിധ സ്കീമുകളുടെ മറവിൽ കോടികൾ തട്ടിയ ആതിര ഗോൾഡ് ആൻഡ് സിൽക്സ് ഉടമകൾക്കെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആരോപണം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഉടമകൾക്കെതിരെ 500ലധികം പേർ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ 4 കേസുകൾ മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത പരാതിയിൽ അവർ അറസ്റ്റ് ആവുന്നത് ഞായറാഴ്ച ദിവസമാണ് അറസ്റ്റ് ആവുന്നത്. ഞായറാഴ്ച ദിവസം അറസ്റ്റ് ആയിട്ട് എൻ്റെ എല്ലാ ഡോക്യുമെൻസും കൊടുത്ത് മഹസർ തയ്യാറാക്കാൻ എല്ലാ ഡോക്യുമെൻസും അവർക്ക് കൊടുത്തായിരുന്നു. അന്നത്തെ ദിവസം തന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച ദിവസം അവർ കോടതിയിൽ ഹാജരായി. തിങ്കളാഴ്ച ദിവസം വൈകിട്ട് അവർക്ക് ജാമ്യം കിട്ടി. രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതികൾക്ക് ജാമ്യവും ലഭിച്ചിട്ടുണ്ട്. കർശന ഉപാധികളില്ലാതെ ജാമ്യം അനുവദിച്ച സാഹചര്യത്തിൽ പ്രതികൾ കടന്നുകളയുമോ എന്ന ആശങ്കയിലാണ് പരാതിക്കാർ. നമുക്കൊരു പോക്കറ്റ് അടിക്കാരന് വരെ എല്ലാ ദിവസവും പോയിട്ട് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. ഇദ്ദേഹത്തിന് ഏകദേശം എൻ്റെ അറിവിൽ തന്നെ 100 കോടി തൊട്ട് 170 കോടി വരെ പറ്റിച്ചിട്ടുണ്ട്. ഇതിനകത്ത് അവർക്ക് ഒരു സ്റ്റേഷനിലും പോയി റിപ്പോർട്ട് ചെയ്യേണ്ട, ഈ കേരളം വിട്ടുപോകാം. പാസ്പോർട്ട് മാത്രമാണ് അവരെന്ന് വാങ്ങിക്കുന്നത്. 500ലധികം പേർ ചേർന്നാണ് ഭീമഹർജി നൽകാൻ ഒരുങ്ങുന്നത്. ഇന്നലെ ആതിര ഗോൾഡ് ആൻഡ് സിൽക്സിന് സമീപം പരാതിക്കാർ ഒത്തുചേരുകയും ഒപ്പുശേഖരണം നടത്തുകയും ചെയ്തു. ഈ വിവാഹത്തിനാണെങ്കിലും പഠനത്തിനാണെങ്കിലും ചികിത്സയ്ക്കാണെങ്കിലും വീട് പണിക്കാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സ്വരുക്കൂട്ടിയ ഒരു ധനമാണ് ആൾക്കാർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു കൂട്ടായ്മയിൽ എത്തുകയും
ഞങ്ങളൊരു മാസ് പെറ്റീഷൻ കൊടുത്ത് ഒരു കൂട്ടായ്മയിലൂടെ മുന്നേറുന്ന നമ്മൾ എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലൂടെയാണ് വന്നിരിക്കുന്നത്. ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ളവർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. വിവാഹത്തിനും വീട് നിർമ്മാണത്തിനുമായി പണം കണ്ടെത്തുന്നതിന് വേണ്ടി നിക്ഷേപം നടത്തിയവരാണ് തട്ടിപ്പിന് ഇരയായവരിൽ ഏറിയ പങ്കും. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, ജനം, കൊച്ചി. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 2 PM കാണാം. നമസ്തേ.